കൂർക്ക മെഴുക്കുവരട്ടി തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിലേക്കായി ഒരു കടായി അടുപ്പിൽ വെക്കുക. കടായി ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇടുക. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ മുളക് ചെറുതായി ചതച്ച മുളകാണ് ഇടുന്നത്. പച്ചമുളകൊന്നും ഇടുന്നില്ല. അതിൻ്റെ പച്ചവയൊന്ന് മാറിയതിന് ശേഷം നമുക്ക് കൂർക്ക അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ കൂർക്കയാണ്. വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തതാണ്. വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിൻ്റെ തൊലി കളയാനായിട്ട് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു തുണിയിലിട്ട് ചെറുതായിട്ടൊന്ന് തല്ലി കൊടുത്താൽ അതിൻ്റെ സ്കിന്ന് നല്ലതായിട്ട് മാറി കിട്ടുന്നതാണ്. അപ്പം നമുക്ക് വേഗത്തിലത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 100 ml വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. കൂർക്ക ഇനി വെന്തോന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.